വ്യക്തിപരമായ ജീവിതത്തിലെയോ വ്യക്തിപരമായ ഇടപാടിന്റെയോ കാര്യത്തിൽ ഒരു വാക്കോ ഒരു വാചകമോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. ഇന്ന് എല്ലാത്തിനും എവിഡൻസ് ഉള്ള കാലമാണ്. സോഷ്യൽ മീഡിയ തുടങ്ങി മൊബൈൽ ഫോൺ തുടങ്ങി എന്തിനും നമുക്ക് എവിഡൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യത്തിൽ ഞാൻ എന്താണ് അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തിയത് എന്ന് ആദ്യം അദ്ദേഹം പൊതുസമൂഹത്തോടും പ്രത്യേകിച്ച് നമ്മുടെ ബേപ്പൂരിലെ വോട്ടർമാരോടും അദ്ദേഹം അത് തെളിയിക്കേണ്ടതുണ്ട്. നമ്പർ 1. നമ്പർ 2, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. വളരെ സൗഹാർദ്ദപരമായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ജനുവരി 3-ാം തീയതി ഇവിടെ വന്നതാണ്. ഒരു മാസത്തോളം ഈ മണ്ഡലത്തിലൂടെ നടന്ന് ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ സ്ഥാപനങ്ങളും ഇവിടുത്തെ തൊഴിൽശാലകളും ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികളെയും മത്സ്യബന്ധന കച്ചവടം ചെയ്യുന്നവരെയും വ്യാപാരികളെയും വ്യവസായികളെയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നേരിട്ട് പോയി കണ്ണുകൊണ്ട് കണ്ട് ഉറപ്പുവരുത്തിയിട്ടാണ് ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചത്. അത് ഇവിടുത്തെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. താലൂക്ക് ആശുപത്രിയിൽ എന്താണ് ഇപ്പോഴും ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കാത്തത്? എന്തുകൊണ്ടാണ് അവിടെ ഒരു ഡെലിവറി സംവിധാനം ഉണ്ടാക്കാത്തത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല. നമ്പർ 1. നമ്പർ 2, മാറാടും അതുപോലെ തന്നെ നല്ലളത്തും കടലുണ്ടിയിലും 3 ഹെൽത്ത് സബ് സെന്ററുകൾ പൂട്ടിക്കിടക്കുകയാണ്. കെട്ടിടം അൺഫിറ്റ് ആയതിന്റെ പേരിൽ പൂട്ടിപ്പോയി എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. കെട്ടിടം അൺഫിറ്റ് ആണെങ്കിൽ സാധാരണ എന്താ ചെയ്യുക? ഈ സ്ഥാപനത്തെ തൊട്ടടുത്തൊരു വാടക കെട്ടിടത്തിലേക്ക് മാറ്റി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് പ്രവർത്തിപ്പിച്ച് പെട്ടെന്ന് കെട്ടിടം പണിത് ഇത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് അൺഫിറ്റ് ആകുന്ന കെട്ടിടത്തിന്റെ കാര്യത്തിൽ. ആ സ്ഥാപനം കേരളത്തിൽ പൂട്ടി പോവുകയാണെങ്കിൽ അതിന് സമയം ഉണ്ടാവൂ. അപ്പൊ 3 കെട്ടിടങ്ങൾ അൺഫിറ്റ് ആണ് എന്നതിന്റെ പേരിലാണ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടത്. മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് പകരം ഇവിടുത്തെ ഡോക്ടേഴ്സിനെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും ഒക്കെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു പോയി. ജനങ്ങൾ അങ്ങേയറ്റത്തെ കഷ്ടത്തിലാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്ന് വരെ അദ്ദേഹം ഉത്തരം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടൊരു ഗവൺമെന്റ് കോളേജ് വന്നില്ല, എന്തുകൊണ്ടാണ് കോളേജ് വരാതിരുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകിയിട്ടില്ല. അതുപോലെ നാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധിയായ വിഷയങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കിൻഫ്രയുടെ 25 ഏക്കർ സ്ഥലം ബേപ്പൂരിൽ വെറുതെ കിടക്കുകയാണ്. 75 ഏക്കർ സ്ഥലം ഇവിടെ 8-4 വെറുതെ കിടക്കുകയാണ്. കടലുണ്ടിയിൽ 45 ഏക്കർ സ്ഥലം ഇവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടി കപ്പൽ ശാലകൾക്കും അതിന്റെ ഡെവലപ്മെന്റ് സ്കീമിനും വേണ്ടി വാങ്ങി വെറുതെ കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ മുഴുവൻ വെറുതെ ഇട്ടിരിക്കുന്നത്? ഒരു ഉത്തരവില്ല. 8-4 IT പാർക്കിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം എന്തുകൊണ്ടാണ് ഒരു സ്റ്റാർട്ടപ്പ് പോലും ഇവിടെ തുടങ്ങാതെ പോയത്? ചോദ്യത്തിന് ഉത്തരവില്ല. ഈ മണ്ഡലത്തിൽ നിന്ന് ഒരു KSRTC ബസ് പോലും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഒരു KSRTC ബസ് ഈ മണ്ഡലത്തിൽ ഓപ്പറേറ്റ് ചെയ്യാത്തത്? 1000-ലധികം കിഡ്നി പേഷ്യൻസ് ഉണ്ട് ഈ മണ്ഡലത്തിൽ. 3 മെഷീനാണ് ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട് അവിടെ മെഷീനുകൾ വർദ്ധിപ്പിച്ച് ഈ പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് ഒരു സംരക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല? 61 മെഷീൻ ഉണ്ട്, ഡയാലിസിസ് മെഷീൻ നിലമ്പൂർ മണ്ഡലത്തിൽ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിന് തയ്യാറാകാതിരുന്നത്? ചോദ്യങ്ങളാണ്, ഇതിന് ഉത്തരമില്ല. ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് 23 ബസ് നിലമ്പൂരിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് MLA എന്ന നിലക്ക്. ഒരു ഓട്ടോറിക്ഷയെങ്കിലും ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വാങ്ങിക്കൊടുക്കാൻ, ആ കുട്ടികൾക്ക് ആശ്വാസമാകാൻ എന്റെ ഒരു ബസ് പോലും വാങ്ങിക്കൊടുത്തില്ല. ചോദ്യത്തിന് ഉത്തരമില്ല. ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. അതിന്റെ റീസൺ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ജങ്കാർ നിങ്ങൾക്കറിയാം, ഈ മണ്ഡലത്തിലെ ഒരു 30% ആളുകൾ ഉപയോഗിക്കുന്ന സഞ്ചാര വാഹനമാണ് ആ ജങ്കാർ. അതിന്റെ അവസ്ഥ, അവിടെ ഒരു ടോയ്ലറ്റ് ഇല്ല, ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് ഇല്ല. എന്തുകൊണ്ടാണ് ഇത് നിർമ്മിക്കാതിരുന്നത്? ഉത്തരമില്ല. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത 2 വലിയ പദ്ധതികൾ,
അത് ബേപ്പൂരിലെയും അതുപോലെ തന്നെ ചാലിയത്തെയും ആ രണ്ട് പദ്ധതികൾ, അത്രയും വലിയ പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല, അവിടെ പാർക്കിംഗ് സൗകര്യമില്ല. ഒരു പ്രൊജക്ട് ഉണ്ടാക്കുമ്പോൾ കോടികൾ ചെലവഴിച്ചു എന്ന് ചെലവഴിച്ച ഈ വ്യക്തി മനുഷ്യർക്ക് ആവശ്യമായ, ഈ ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ പാർക്കിംഗ് ഫെസിലിറ്റിക്ക് എന്തുകൊണ്ട് കൺസിഡർ ചെയ്തില്ല? പരിസരവാസികൾ ശനി ഞായർ ദിവസങ്ങളിൽ ഈ പറയുന്ന ചാലിയത്തും ബേപ്പൂരിലും ആ പ്രദേശത്ത് ജീവിക്കുന്നവർ 3 മണിയോടുകൂടി എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ 3 മണിയോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. രാത്രി 12 മണിക്ക് ശേഷം തിരിച്ചു വരാൻ കഴിയുള്ളൂ. റോഡുകൾ മുഴുവൻ ബ്ലോക്കാണ്. ഇതിനെന്തുകൊണ്ടാണ് പരിഹാരം ഉണ്ടാക്കാത്തത്? എന്ത് നടപടിയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താങ്കൾ സ്വീകരിച്ചു പോരുന്നത്? ഒരു ഉത്തരവില്ല. ഒരു കാര്യത്തിനും ഒരു ഉത്തരവും പറഞ്ഞിട്ടില്ല. ഇത് ജനങ്ങൾ എണ്ണി ചോദിക്കുകയാണ്. ഇവിടെ ഈ രീതിയിൽ റീൽസ് ഇട്ടുകൊണ്ട്, രാത്രിയിൽ ലൈറ്റ് ഇട്ടുകൊണ്ട് അതിനെ മോഡിഫിക്കേഷൻ ചെയ്ത് അതിന്റെ വീഡിയോ എടുത്ത് റീൽസ് പ്രചരിപ്പിക്കുക. ടൂറിസത്തിന്റെ പേരിൽ വ്യാപകമായ അഴിമതിയും കൊള്ളയും നടന്നു എന്ന് ജനങ്ങൾ പറയുക. ഈ ഇരിക്കുന്ന പത്രമാധ്യമങ്ങളായ നിങ്ങൾ തന്നെ കഴിഞ്ഞ വർഷം പുറത്തുവിട്ട വിവരാവകാശ രേഖ പ്രകാരം 4 റീൽസ് 2 മിനിറ്റിന്റെ, അതായത് ബേപ്പൂർ ഫെസ്റ്റിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് 2 മിനിറ്റുള്ള 4 റീൽസ് നിർമ്മിക്കാൻ 49 ലക്ഷം രൂപ ചെലവഴിച്ചത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ പച്ചയായ അഴിമതി നിങ്ങൾ കൊണ്ടുവന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് ഇതിനു വേണ്ടി ചെലവഴിച്ചത് എന്ന ചോദ്യം അദ്ദേഹം ഉത്തരം നൽകിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന പ്രതിസന്ധികൾ മുഴുവൻ ഉണ്ടായി. അംഗനവാടികളടക്കം പൂട്ടിക്കിടക്കുമ്പോൾ, ഹെൽത്ത് സെന്ററുകൾ പൂട്ടിക്കിടക്കുമ്പോൾ പണമില്ലാത്തതിന്റെ പേരിലാണ് ഇതൊന്നും കൊണ്ടു നടക്കാൻ കഴിയാത്തത് എന്ന് സമ്മതിക്കുന്ന ഇതേ മന്ത്രി, അദ്ദേഹം പത്രം അടിച്ചിറക്കിയ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അദ്ദേഹം അടിച്ചിറക്കിയ സപ്ലിമെന്റിന്റെ 2ാമത്തെ പേജിൽ ഫറൂഖ് PWD റെസ്റ്റ് ഹൗസ് റിനോവേറ്റ് ചെയ്യാൻ 4.5 കോടി രൂപ ചെലവഴിച്ചത് അഭിമാനകരമായ നേട്ടമായി അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അതിനെ ഞാൻ ചോദ്യം ചെയ്തു. എങ്ങനെയാണ് ഈ 4.5 കോടി രൂപക്ക് ഇതുപോലെയുള്ള ഒരു റെസ്റ്റ് ഹൗസ് റിനോവേറ്റ് ചെയ്യാൻ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ക്ലിയറൻസ് കിട്ടി എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരമില്ല. അപ്പൊ ഒരു ചോദ്യത്തിനും, ജനങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾ, അവരുമായി ബന്ധപ്പെട്ട ചാലിയം ഫിഷ് ലാൻഡിംഗ് ഏരിയ ഡെവലപ്പ് ചെയ്യാൻ കഴിയാത്തത് കേന്ദ്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 10 ഏക്കർ ഭൂമി വിട്ടുകിട്ടാത്തത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിച്ച ചോദ്യം, ഏറ്റവും അടുത്ത് വയനാട് തുരങ്കപാത ഉണ്ടാക്കാൻ 1000 ഏക്കർ ഭൂമി കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും വിട്ട് വാങ്ങിച്ച മുഖ്യമന്ത്രിയും മന്ത്രിയും ഇവിടെയുള്ളപ്പോൾ 1000 ഏക്കർ വിട്ടുകിട്ടുമെന്നും ഈ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്ത്, പാരമ്പര്യമായി ജീവിക്കുന്ന സ്ഥലത്ത്, ഫോറസ്റ്റ് വന്ന് എൻക്രോച്ച് ചെയ്ത സ്ഥലത്ത് എന്തുകൊണ്ടാണ് ആ 10 ഏക്കർ സ്ഥലം വാങ്ങിയെടുത്ത് അവിടുത്തെ ഡെവലപ്മെന്റ് നടത്താത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായിട്ടില്ല. ഈ ചോദ്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിൽക്കുകയാണ്. ഈ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ മുന്നിൽ ഉത്തരം മുട്ടിയിരിക്കുന്നു. പരാജയം അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. PV അൻവറിന്റെ പേരിൽ പറയാൻ ഒന്നുമില്ല. വ്യക്തിഹത്യ നടത്തുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തകരാണ്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് പരിശോധിച്ചാൽ ബോർഡ് വെക്കാത്ത, ബാനർ വെക്കാത്ത നിരവധിയായ വണ്ടികൾ ഇവിടെ, അനൗൺസ്മെന്റ് വണ്ടികൾ ഓടുന്നുണ്ട്. ഇലക്ഷൻ കമ്മീഷന് നിരന്തരമായ പരാതി കൊടുത്തവരാണ് ഉത്തരവാദിത്തപ്പെട്ടവരോടെ ഇരിക്കുന്നത്. ഒരു വണ്ടിക്ക് പോലും നടപടി ഉണ്ടായിട്ടില്ല. അതിൽ നിന്നും പറയുന്നത് അത്രയും മോശമായ വ്യക്തിഹത്യാപരമായിട്ടുള്ള പ്രസ്താവനകളാണ്. അൻവർ കൊള്ളക്കാരനാണ്, അൻവർ കൊലയാളിയാണ്, അൻവർ കള്ളക്കടത്തുകാരനാണ്. ഇതെല്ലാം പറയുന്ന അവർ വ്യക്തിപരമായി ഒരു സ്ഥാനാർത്ഥിയെ നാളെ കോടതിയിൽ ഇലക്ഷൻ കേസ് ഫയൽ ചെയ്യാൻ 2 പോലീസ് കംപ്ലൈന്റുകൾ മാറാടും ബേപ്പൂരും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പൂർണ്ണമായ വീഡിയോസ് നമ്മൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ മറു സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു വാക്ക് UDFന്റെ കേന്ദ്രത്തിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ബോധ്യപ്പെടുത്തണം. അദ്ദേഹം പറയുന്നത് എന്താണ്? മരുമോനിസം. ഇതാണ് ഈ പറയുന്നത് ഇസം. ഇസം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു, അതിനെയാണ് ഈ പറയുന്ന വ്യക്തിഹത്യയായി പർവ്വതീകരിച്ച്
ഇത് ഒരു ആളുകളുടെ അടുത്തുനിന്ന് ഒരു സെന്റിമെന്റൽ വോട്ട് വാങ്ങിയെടുക്കാൻ കഴിയുമോ എന്നതിന്റെ അവസാനത്തെ ശ്രമമാണ്. ഇന്നലത്തെ ഹൈക്കോടതി വിധി പ്രിയപ്പെട്ട പത്രമാധ്യമ പ്രവർത്തകർ, നിങ്ങൾ ഇന്നലെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞത് അപരന്മാരെ നിർത്തിക്കൊണ്ട് ഒരു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതിനെന്താണ് അദ്ദേഹത്തിന്റെ ഉത്തരം? നേർവഴിയിൽ ജയിക്കാൻ കഴിയില്ല, ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ജനങ്ങൾ ഒരു ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയും കൂടി PV അൻവറിന് വോട്ട് ചെയ്ത് UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോ PV അൻവറിന്റെ വോട്ട് തട്ടണം. 6 അപരന്മാരെയായിരുന്നു ഒരു പ്ലാൻ ചെയ്തിരുന്നത്. 2 പേരെ നമുക്ക് അറിയാൻ കഴിഞ്ഞ് നമ്മൾ അവരോട് സംസാരിച്ചുകൊണ്ട് പിന്മാറിയതാണ്. അപ്പൊ PV അൻവറിന് ചെയ്യുന്ന വോട്ട് ഈ 4 ആളുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് മെല്ലെ കുറുക്കു വഴിയിലൂടെ വഞ്ചനാപരമായിട്ട് അധികാരത്തിലേക്ക് കയറിക്കൂടാൻ ഇവിടെ റീൽസ് എടുത്ത് ഈ ജനങ്ങളെ ഇക്കാലം വരെ പറ്റിച്ചതുപോലെ പറ്റിക്കുന്ന വഞ്ചനാപരമായ ആ രാഷ്ട്രീയം ബേപ്പൂരിലെ ജനങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ചർച്ചയാകുന്നുണ്ട്. വോട്ടർമാർ വളരെ ബോധപൂർവം അവരെ ബോധവൽക്കരിക്കുന്നതിനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇത്രയും വിവരം കെട്ട വിദ്യാഭ്യാസമില്ലാത്ത ചിന്താശേഷിയില്ലാത്ത വോട്ടർമാരാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ എങ്ങനെയും പറ്റിക്കാമെന്ന അദ്ദേഹത്തിന്റെ വ്യാമോഹം ജനങ്ങളെ കുറിച്ച് പോലും കേരള സമൂഹത്തിൽ എന്താ സ്ഥിതി? ബേപ്പൂരിലെ ജനങ്ങൾക്ക് ഒരു അന്തവും ഇല്ല. നാളെ അപരന്മാരെ കൊണ്ട് PV അൻവർ പരാജയപ്പെടുകയാണെങ്കിൽ ഈ ബേപ്പൂരിലെ വോട്ടർമാരെ കുറിച്ച് ഈ ജനാധിപത്യ സമൂഹത്തിനുണ്ടാകുന്ന അവമതിപ്പ് എത്രയായിരിക്കും? അതൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രശ്നമല്ല. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബകാര്യത്തിലോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യത്തിലോ ഞാൻ എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തെളിയിക്കണം. അപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അപരവൽക്കരണം, ഈ പറയുന്ന മനുഷ്യരെ കുറിച്ച് എന്നെ കുറിച്ച് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത് കൃത്യമായി എനിക്ക് കൗണ്ടർ ചെയ്യാൻ കഴിയും. അദ്ദേഹത്തിൻ്റെതുമായി ബന്ധപ്പെട്ട നവകേരള സദസ്സ് നടക്കുന്ന കാലം നിങ്ങൾക്കറിയാം, 1 മാസം നീണ്ടു നിന്നതായിരുന്നു നവകേരള സദസ്സ്. അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച സദസ്സ് നിലമ്പൂരിലേതായിരുന്നു എന്ന് ആ പരിപാടി നടന്ന നവകേരള സദസ്സ് നടന്ന ദിവസത്തെ ഇപ്പത്തെ നമ്മുടെ വ്യവസായ മന്ത്രി P രാജീവിന്റെ അന്നത്തെ പോസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്തു എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയ അതുപോലെ പരിപാടി കേരളത്തിൽ മുഴുവൻ നടന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ PWD മന്ത്രി ആളുകളെ ഭീഷണിപ്പെടുത്തി നടത്തിയ പിരിവ്, അതിന്റെ എവിഡൻസ്, അതുമായി ബന്ധപ്പെട്ട വീഡിയോ കോൾസ്, അദ്ദേഹത്തിന്റെ സ്റ്റാഫ് കേരളത്തിലെ PWDയിലെ കോൺട്രാക്ടേഴ്സിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഇത്ര എമൗണ്ട് ആണ് നിങ്ങളോട് ചോദിച്ചത്, അത് കുറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോളുകൾ ഇതെല്ലാം എൻ്റെ അടുത്തുണ്ട്. ഒറ്റ കാര്യത്തിന്റെ മുകളിലാണ്. ഇനിയും ഈ അപവാദ പ്രചരണം തുടങ്ങിയാൽ വീഡിയോ വെച്ച് നമ്മളത് പ്രദർശിപ്പിക്കും. ഞാനത് പ്രദർശിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പറയുന്ന കോൺട്രാക്ടർമാരൊക്കെ ഈ ഫീൽഡിലുള്ളവരാണ്. അവര് വൈകാരികമായിട്ട് അവരുടെ ജീവിതത്തിന് അത് ബാധിക്കും. ദയവായി നിങ്ങളത് ചെയ്യരുത് എന്ന് പറയുന്നത് കൊണ്ട് അവരുടെ ഒരു സാഹചര്യം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൃത്യമായി അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇല്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിച്ചാൽ കോഴിക്കോട്ടങ്ങാടിയിൽ 35 സ്ക്രീന് വെച്ചിട്ട് ഈ വീഡിയോ നമ്മൾ പ്രദർശിപ്പിക്കും. അത് ഈ അപവാദങ്ങൾ നടത്തുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അത്രേ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. രാഷ്ട്രീയം നേർക്കുനേരെയാണ്. സത്യസന്ധമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടത്തണം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ 4 വഴിക്കും പോയി എല്ലാം കൈവിട്ടു, ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടു, ഇനി ഒരു മാർഗവുമില്ല, എന്നെ കൊല്ലുന്നേ എന്നെ അപവാദപ്പെടുത്തുന്നേ എന്ന് പറഞ്ഞ് കള്ളക്കണ്ണീരൊഴുക്കി വീണ്ടും ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നതെങ്കിൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ വളരെ കൃത്യമായിട്ട് അറിയും. കുടിവെള്ളമില്ല, ആശുപത്രിയില്ല, സ്കൂളും ഇല്ല, റോഡ് ഈ പറയുന്ന അനാവശ്യമായ പാലങ്ങൾ പെയിന്റ് അടിച്ച് ലൈറ്റ് ഇട്ട് കോടികൾ തട്ടുന്ന ഈ ഏർപ്പാടിനപ്പുറം ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളിൽ ഒരു ഇടപെടലും നടത്താൻ അദ്ദേഹത്തിന് തന്നെ അറിയില്ല.
അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരാളിനോട് ചോദിക്കുക, ഈ ജങ്കാർ നിർത്തുന്നിടത്ത് വെയിറ്റിംഗ് ഷെഡ് ഇല്ല എന്ന് അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല. ഇതിന്റെ മുന്നോടെ ഈ പുലിമുട്ടിലേക്ക് ഇദ്ദേഹം രാവിലെയും വൈകുന്നേരവും മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനും പോകുന്നത്. ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ സ്ഥിതി. പിന്നെ അദ്ദേഹത്തോട് കൃത്യമായി ചോദിക്കാനുള്ള ചോദ്യം, അദ്ദേഹം ജനങ്ങളോട് മറുപടി പറയേണ്ട ചോദ്യമാണ്. ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ പറയുന്ന ചാലിയത്തും ബേപ്പൂർ പോർട്ടിനകത്തും രണ്ട് ബിയർ പാർലറുകൾ അക്കരയും ഇക്കരയും ടൂറിസത്തിന്റെ മറവിൽ ആരംഭിക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ച് അത് ഓർഡർ കൊടുക്കാൻ നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ആർക്കാണ് ഇത് കൊടുക്കുന്നത്? ആരാണ് ആ ബിനാമി ഓണേഴ്സ്? ആരാണ് അദ്ദേഹം? ഈ ജനങ്ങളോട് ഇവിടെ ഉത്തരം പറയണം. മനസമാധാനത്തോടു കൂടി മനുഷ്യർ ജീവിക്കുന്ന രണ്ട് കടൽക്കരയാണ്. ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരെ കൊണ്ട് നൈറ്റ് ലൈഫ് ആരംഭിച്ചതാണല്ലോ. ടൂറിസത്തിന്റെ പേരിൽ നൈറ്റ് ലൈഫ് വേണമെന്ന് വാദിച്ച മന്ത്രിയാണ്. 10 മണി വരെ ഉണ്ടായിരുന്ന ബാറുകൾ ഈ മന്ത്രിസഭത്തെ അവസാന യോഗത്തിന്റെ തലേയോഗത്തിൽ 12 മണിയാക്കാൻ റെക്കമെൻഡ് ചെയ്ത ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ 10 മണി വരെയുള്ള ബാറ് 12 മണിയാക്കുകയും പിന്നെ അതങ്ങോട്ട് തുടർന്ന് പോയി 24 മണിക്കൂറാക്കാനും ശ്രമിച്ച അതേ മന്ത്രി ഇവിടെ ആരാണ് ഇതിന്റെ ബിനാമികൾ എന്ന് ഉത്തരം പറയണം. അതില്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം പറയണം. നമ്പർ 1. നമ്പർ 2, ഈ 8/4 75 ഏക്കർ ഭൂമി ഉണ്ടല്ലോ ഇൻഫ്രാ പാർക്കിന്റെ, അതിൽ 50 ഏക്കർ ഭൂമി 35 കൊല്ലത്തെ പാട്ടത്തിന് ഏതെങ്കിലും വ്യവസായിയുമായി MOU ഒപ്പിട്ടിട്ടുണ്ടോ? അദ്ദേഹം പറയണം. നിങ്ങൾ ചോദിക്കണം. ഉത്തരം പറയാതെ പോകാൻ പറ്റില്ല. ഈ 3 കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് എവിഡൻസ് അടക്കം ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഒരു ടൂറിസം പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ അവരുടെ സാമൂഹികമായ എല്ലാ ചുറ്റുപാടുകളെയും തകിടം മറിച്ചുകൊണ്ട് ഒരു യൂറോപ്പിനെ ഈ ബേപ്പൂരങ്ങാടിയിലും ഈ ചാലിയത്തെ പാവപ്പെട്ട ഫിഷർമാൻമാര് ജീവിക്കുന്നിടത്തും കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരെ എങ്ങോട്ട് മാറ്റും എന്ന് അദ്ദേഹം പറയണം. CRZ നിയമങ്ങൾ ഇവർക്ക് ബാധകമല്ല. അവിടെ ജീവിക്കുന്ന ബേപ്പൂരിന്റെ ഡെവലപ്മെന്റിന്റെ പേര് പറഞ്ഞ് ഒരുപാട് ഏരിയ ഇവർ അക്വിസിഷൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി. ആ സാധുക്കൾക്ക് വീട് വിൽക്കാൻ കഴിയില്ല, വീട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല, ഭൂമി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല, ആവശ്യത്തിന് ലോൺ എടുക്കാൻ കഴിയില്ല. കുടുംബത്തിലൊരു ഭാഗപത്രം ഉത്തരവാദിത്തപ്പെട്ടവർ രക്ഷിതാക്കൾ മരിച്ചു പോയാൽ കുടുംബത്തിന് ആ ഭൂമി വീതം വെക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഈ മുഴുവൻ മനുഷ്യരെയും ഒരു പ്രത്യേക സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ, ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ നിർബന്ധിതാവസ്ഥയിൽ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന യൂറോപ്യൻ സംസ്കാരം ഈ 2 കടൽക്കരയിലും അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങളോട് കൃത്യമായി മറുപടി പറയണം. അപ്പൊ അദ്ദേഹം ഇന്നലെ നടത്തിയ സ്റ്റേറ്റ്മെന്റിന് എനിക്ക് പറയാനുള്ളത്, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് എന്ത് ഉത്തരം അദ്ദേഹത്തിന് പറയാനുണ്ട് എന്നതാണ്. എന്തായാലും ഹത്യ എവിടെ വരുന്നത്? അവിടെ മരുമോൻ എന്ന് വിളിച്ച് പരിഹസിക്കുന്നു അദ്ദേഹത്തിന് തോന്നില്ലേ? പിണറായി സത്തിൽ എന്താ അങ്ങനെ തോന്നാത്തത്? ഇവിടെ മുഹമ്മദ് റിയാസ് SFIയിലൂടെ കഷ്ടപ്പെട്ട് DYFI ആയി പാർട്ടിയിൽ വന്ന ആളാണ്. ഒരു തർക്കമില്ല. അദ്ദേഹം ഒരു മഴക്ക് മുളച്ച് തവറയാണെന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം 1ാം തവണ MLA, 1ാം തവണ കേരളത്തിലെ ഏറ്റവും വകുപ്പിലെ മന്ത്രി പോട്ടെ, അതും അംഗീകരിക്കാം. അതിനെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. സാന്ദർഭിക ഭാഷയിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ എവിടുന്നാണ് ഈ അമിത അധികാരം? ഇവിടെ ഈ പറയുന്ന ഹെൽത്ത് സെന്ററുകൾ പൂട്ടിക്കിടക്കുമ്പോൾ അത് പുനർനിർമ്മിക്കാൻ പണമില്ല എന്ന് പറയുമ്പോൾ അത് അറിയുന്ന ഇതേ മന്ത്രിക്ക് 4.5 കോടി രൂപയുടെ റെസ്റ്റ് ഹൗസ് അദ്ദേഹത്തിന്റെ കൊട്ടാരം പണിയാൻ, VIP മുറിക്ക് 50 ലക്ഷത്തിന് അത് ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെയാണ് ഫൈനാൻസ് ക്ലിയറൻസ്? ഈ പറയുന്ന ബാലഗോപാൽ സഖാവ് ഫൈനാൻസ് മിനിസ്റ്റർ എങ്ങനെയാണ് ഒപ്പിട്ട് കൊടുക്കുക? എന്തുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തു? കേരളത്തിൽ നടത്തുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന എല്ലാ ഉത്സവങ്ങൾക്കും, എല്ലാ ഫെസ്റ്റുകൾക്കും 2021 മുമ്പ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, സ്പോൺസർഷിപ്പിലാണ്. 1 കോടി രൂപയാണ് ഇതുപോലെയുള്ള ഒരു പദ്ധതിക്ക് ചെലവെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക.
ഒരു 5 ലക്ഷം കൊടുക്കും, ഒരു 5%, ഒരു എൻകറേജ്മെന്റ് എന്ന നിലക്ക്. ബാക്കി 95 ലക്ഷവും ഈ പറയുന്ന സ്പോൺസർമാരുടെ കയ്യിൽ നിന്നാണ് സ്വീകരിക്കാറ്. നിലമ്പൂരിൽ വലിയ പാട്ടുത്സവം നടക്കുന്ന എത്രയോ കാലങ്ങളായിട്ട്. കേരളം മൊത്തം നിങ്ങൾ പരിശോധിച്ചാൽ ഇത്രയും ഈ 5 കൊല്ലത്തിന്റെ ഉള്ളിൽ ടൂറിസം ഫെസ്റ്റുകൾക്ക് വേണ്ടി കോടാനകോടികൾ, 24 കോടി രൂപ ബേപ്പൂർ ഫെസ്റ്റിന് വേണ്ടിയിട്ട് ചെലവഴിച്ച്, നിങ്ങൾ ഈ പറയുന്ന 50 ലക്ഷത്തിന്റെ 4 റീൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതൊരു കാലത്തും നടക്കാത്തതാണ്, ഒരു ഗവൺമെന്റിൽ നടക്കാത്തതാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന് മാത്രം പെർമിഷൻ കിട്ടുന്നത്? ഇവിടെ ആശുപത്രികളിൽ മരുന്നില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുകൊടുത്ത മെഷീനുകൾ തന്നെ സപ്ലൈ ചെയ്ത കമ്പനികൾ തിരിച്ചെടുത്തു പോകുന്നു, തിയേറ്ററിൽ ഉപകരണങ്ങളില്ലാത്തതിന് ഓപ്പറേഷൻ മുടങ്ങുന്നു, ഡോക്ടർമാർ സമരം നടത്തുന്നു, പല ഡോക്ടർമാരും മാനസികമായി തളർന്ന് ജോലി വിട്ടുപോകുന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ ടൂറിസം പ്രോജക്റ്റുകൾക്ക് ഒരു കൺട്രോളും ഇല്ലാതെ ഇവർ തീരുമാനിക്കുന്ന ഈ അപ്രമാദിത്വം, ഈ അമിത അധികാരം, അത് തന്നെയാണ് വരുമാനിസം. ആ അമിത അധികാരവും അതിന്റെ ദുരുപയോഗത്തെയാണ് ഞാൻ വിളിച്ചത്. എനിക്ക് മുഹമ്മദ് റിയാസുമായി വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല. ഞങ്ങൾ നല്ല സൗഹൃദം ഉണ്ടായിരുന്ന, ഞാനൊരു രാഷ്ട്രീയ പോരാട്ടത്തിന്, ഞാൻ ഉയർത്തിയ കുടുംബാധിപത്യ പിണറായിസത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ബേപ്പൂരിൽ വന്നിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഈ വിശദീകരിച്ച മനുഷ്യരുടെ അവസ്ഥ കണ്ടപ്പോ എനിക്കതിൽ ചെറിയ വൈകാരികമായ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്. ഞാനത് പച്ചയായി പറയുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഞാൻ ഉത്തരം പറയില്ല, അത് ഞാൻ പറയേണ്ട ആളല്ല. ഇദ്ദേഹം എന്തെങ്കിലും ചോദ്യത്തിന്, നിങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെ ഇന്നലത്തെ അദ്ദേഹത്തെ പ്രസ് മീറ്റിൽ അതിന്റെ വോളിയം നമുക്ക് അത്ര ക്ലിയർ ആയി കേൾക്കുന്നില്ല. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഇന്ന് വരെ നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഈ 12 മണി ബാറാക്കി ഏതൊരു പത്രമാധ്യമം നടക്കുന്ന സാധനം ഫേസ്ബുക്കിൽ അങ്ങനെ കറങ്ങുന്നുണ്ട്. സാറേ ഈ 12 മണി വരെ ബാറ് തുറന്നു കൊടുത്തത് തീരുമാനം ശരിയാണെന്ന് ചോദിച്ചപ്പോ പോയി, ഒരു മറുപടി ഇല്ല. കേരളം അതിരൂക്ഷമായി ചർച്ച ചെയ്തതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു 3 മാസം മുമ്പ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP. ആ വിഷയത്തിൽ അദ്ദേഹത്തോട് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിലൊരു ഉത്തരവില്ല. നമ്മുടെ തൊഴിലാളികളായ ആശാ വർക്കർമാരുടെ സമരകാലത്ത് നിങ്ങൾ ചോദിക്കേണ്ട, ഇത്രയും കഷ്ടപ്പാടല്ലേ, ഒരു ദിവസത്തിൽ 232 രൂപ ഒരു കുടുംബത്തിന് കഴിയാൻ പറ്റുമോ? രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം രാത്രി വരെ ജോലി ചെയ്യുന്നവരാണ് ഈ സഹോദരിമാർ. അവർക്ക് കുറച്ച് പണം കൂട്ടിക്കൊടുത്തൂടെ? അതൊരു മാനുഷിക പരിഗണന നൽകണ്ടേ എന്ന ചോദ്യത്തിന് എന്താ അദ്ദേഹം പറഞ്ഞത്? അതിനൊന്നും ഞാൻ ഉത്തരം പറയില്ല. ഉത്തരം പറയാനൊക്കെ വേറെ ആളുകൾ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പോകും. ഞാൻ അതിനെ ഒരിക്കലും ഭയപ്പെടുന്നില്ല. ഞാൻ കൃത്യമായും അദ്ദേഹത്തിന്റെ നടപടികളും അദ്ദേഹം എടുക്കുന്ന ഈ നിലപാടുകളും അദ്ദേഹത്തിന് കിട്ടുന്ന അപ്രമാദിത്വവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബകാര്യവുമായി ആ മരുമോനിസത്തിന് ഒരു ബന്ധമില്ല. അദ്ദേഹത്തിന്റെ അമിത അധികാരം, അത് പറഞ്ഞ ആളുകളെ പേടിപ്പിച്ച് ഞാനതിന് പിന്മാറണം, വ്യക്തിഹത്യ നടത്തുക എന്നുള്ള കള്ളപ്രചരണം ഒരു ഭാഗത്ത് നടത്തുകയും മൈക്ക് കെട്ടിയിട്ട്, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം, ഫോണിവിടെ മൈക്ക് കെട്ടിയിട്ട് പറയുന്നത് എന്താ പറയുന്നത്? അൻവർ കള്ളക്കടത്തുകാരനാണ്, കൊള്ളക്കാരനാണ്. ഈ പിണറായിക്ക് എന്താ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? 28 കള്ളക്കേസ് എന്റെ പേരിൽ എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കേസിൽ എന്താ PV അൻവറിനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്താ ഇപ്പൊ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കാത്തത്? ഇവര് സംരക്ഷിച്ചിരുന്ന ADGP അജിത് കുമാർ എവിടെ? പോലീസിൽ നിന്ന് പോകേണ്ടി വന്നില്ലേ? പോലീസിൽ നിന്ന് അദ്ദേഹത്തിനെ കാണാനുണ്ടോ? എയർപോർട്ടിന്റെ പരിസരത്തുള്ള കടകൾ രാത്രി 9 മണിക്ക് അടയ്ക്കുകയും ലൈറ്റ് ഓഫ് വെക്കുകയും ചെയ്തതിന് എന്തിനായിരുന്നു ഉത്തരവുണ്ടോ? അപ്പൊ ഈ കള്ളക്കടത്ത് മുഴുവൻ നടത്തി ഇതിന്റെ കമ്മീഷൻ അടിച്ച വിഷയം പുറത്തു കൊണ്ടുവന്ന PV അൻവറിനെ സൈഡ് ലൈൻ ചെയ്യാൻ നോക്കി, PV അൻവറെ കുറ്റവാളിയാക്കാൻ നോക്കി. PV അൻവർ കുറ്റക്കാരനാണെങ്കിൽ PV അൻവർ ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. അന്നും പിണറായിയുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കും. നൊട്ടോറിയസ് ക്രിമിനൽ DGP അജിത് കുമാർ, ഒന്നും ഞാൻ പറയുന്നു, ഇന്നും ഞാൻ പറയുന്നു, എവിടെ അജിത് കുമാർ? എന്താ അൻവറിന്റെ പേരിൽ നടപടിയെടുക്കാത്തത്? ഒരു തെറ്റിന്റെ ഒരു അംശം PV അൻവറിന്റെ പേരിൽ നിങ്ങൾ തെളിവുണ്ടെങ്കിൽ PV അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കും. ഇപ്പോഴും മൈക്ക് കെട്ടിയല്ലോ പറയേണ്ടത്. ഈ പറയുന്ന പോലീസും സംവിധാനം, ഇന്റലിജൻസും വിജിലൻസും അതിനപ്പുറം ED ഒക്കെ വരെ കയ്യിലുണ്ടല്ലോ. എത്ര കേസ് എടുപ്പിച്ചു? ഞാനിപ്പോഴും ഭൂമിയിലൂടെ പോകുന്നുണ്ടല്ലോ. മിനിയാന്നും വിട്ടു ഒരു കേസ് EDയുടെ. അപ്പോ പച്ചക്കളവ് പ്രചരിപ്പിക്കുക, ഒരു മനുഷ്യനെ എന്താ പറയാ, മാനസികമായും ശാരീരികമായും വ്യക്തിഹത്യ നടത്തി തളർത്താൻ നോക്കുക. അതിനൊന്നും ഞാൻ തളരൂല. ഈ പറയുന്ന അത്ര സൗകര്യമുള്ള
സോഫ്റ്റായ ഒരു മെത്തയിൽ ജീവിച്ചവനല്ല ഞാൻ എന്നും ഈ പറയുന്ന കടലിലെ ഓളത്തിനെതിരെ നീന്തിയിട്ടുള്ളതാ. ഇവർ ഈ കൊണ്ടുവരുന്ന ഇതിലൊന്നും ഞാൻ പാടിപ്പോന്ന് കരുതണ്ട. ഇപ്പോഴും പിണറായി വിജയനെ വെല്ലുവിളിക്കുക, അയാളെ മുഖ്യമന്ത്രിയാണല്ലോ. ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പേരിൽ PV അൻവറിന് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ എന്താ അറസ്റ്റ് ചെയ്യാത്തത്? എന്താ അതിന്റെ പേരിൽ കേസെടുക്കാത്തത്? എങ്ങനെയാണ് എയർപോർട്ടിൽ ഈ കളവ് നിന്നത്? ഈ കളവ് ഇപ്പൊ കസ്റ്റംസ് 2 ആഴ്ച മുമ്പ് റിപ്പോർട്ട് ചെയ്തല്ലോ ഹൈക്കോടതിയിൽ. ഈ പോലീസ് നടത്തിയ കള്ളക്കളി ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണല്ലോ. ഒരു കേസ് പോലും ഡയറക്റ്റ് കസ്റ്റംസിന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസിന് ഈ സ്വർണം പിടിക്കാനോ അത് ഉരുക്കാനോ അത് തൂക്കിക്കൊടുക്കാനുള്ള അവകാശമില്ല. ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നു, കേസ് നടന്നുകൊണ്ടിരിക്കുക. ഈ കേസ് തീർന്നിട്ടൊന്നുമില്ല. ഈ പറയുന്ന അജിത് കുമാറിനും സുജിത് ദാസിനും ക്ലീൻ ഷീറ്റ് കൊടുത്ത കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ഇതിന്റെ റിവ്യൂ വീണ്ടും പുനരന്വേഷണത്തിന് ഞാൻ കൊടുത്ത റിട്ട് പെറ്റീഷൻ അവിടെ നിൽക്കുകയാണ്. ഇതൊക്കെ 15 ദിവസം കൊണ്ട് തീരുമല്ലോ. മെയ് 4-ാം തീയതി ആകുമ്പോഴേക്ക് ഇതൊക്കെ അന്വേഷണം നടക്കും. ഈ സ്വർണ്ണമൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് തെളിയും. അതിൽ പങ്കുപറ്റിയവരും അതിന് കൂട്ടുനിന്നവരും അതിന് തൂക്കാൻ കൂട്ടുനിന്ന ഉണ്ണി എന്ന തട്ടാനടക്കമുള്ളവർ ഇരുമ്പഴി എണ്ണേ ചെയ്യും. അതാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ മാത്രമല്ല രാഹുൽ ഗാന്ധിയും താങ്കൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ DNA പരിശോധിക്കുന്നു, VD സതീശനെ അധിക്ഷേപിച്ചിട്ടുള്ളതാണ്. ആ നിലപാടുകളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതൊക്കെ വളരെ വളരെ കൃത്യമായി പറഞ്ഞത്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് പൊളിറ്റിക്കൽ DNA ആണ്, ആരെങ്കിലും അല്ലാതെ കുടുംബപരമല്ല, ബയോളജിക്കൽ അല്ല എന്ന ആ വാർത്ത നിങ്ങൾ ഡെവലപ്പ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പറഞ്ഞ് പ്രസ് മീറ്റ് ഞാൻ നടത്തി. അതിന് ഞാൻ ക്ഷമയും പറഞ്ഞാണ്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ. ജവഹർലാൽ നെഹ്റു എന്റെ വീട്ടിൽ വന്ന വീട്ടിൽ നിന്ന് ജനിച്ചവനാണ് ഞാൻ. 1962 വരുമ്പം ഞാൻ ജനിച്ചിട്ടില്ല, 67 ജനിച്ചത്. പൊളിറ്റിക്കൽ DNA കുറിച്ചാണ് പറഞ്ഞത്. അതിനെ നിങ്ങൾ വളച്ചൊടിക്കാൻ നോക്കി. ആ വളച്ചൊടിച്ചത് ചർച്ചയായി. അതങ്ങനെ വളച്ചൊടിച്ചതായിട്ട് പോലും ആ കുടുംബത്തോടും ആ വ്യക്തിയോടും ഞാൻ അന്നേ ക്ഷമ പറഞ്ഞതാണ്. പിന്നെ VD സതീശനുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ രാജിവെക്കുന്നെന്ന് വളരെ കൃത്യമായി പറഞ്ഞതാണല്ലോ. എന്തായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എനിക്ക് ടൈപ്പ് ചെയ്തെന്ന സാധനം പോലും അന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തതല്ലേ. അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർബന്ധപൂർവം അത് ആ സഭയിൽ അത് അവതരിപ്പിക്കുക. സഭയിൽ ഓരോ മെമ്പർമാർ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് തരിക. അതാണ് ഒരു MLA അവിടെ അവതരിപ്പിക്കുക. അങ്ങനെ തന്ന ഒരു സാധനത്തിന്റെ എവിഡൻസ് അടക്കം അന്നത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ കൊടുത്തതല്ലേ. ഇതൊക്കെ അവസാനിച്ച വിഷയ. ഇപ്പൊ വലിയ സങ്കടമാണ്. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞാലും ആർക്കാ സങ്കടം? ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഇപ്പൊ സങ്കടം. എന്തൊരു വിഷമത്തോടു കൂടിയാ. അവിടെ മാത്രമല്ല പറഞ്ഞത്, ഈ പ്രസംഗത്തിലൊക്കെ കേൾക്കണം. അപ്പോ ഇതൊക്കെ ഈ നമ്പറുകളൊക്കെ ഇറക്കി അപരന്മാരെ നിർത്തി ഈ കള്ളപ്രചരണം നടത്തി ഈ മനുഷ്യർക്ക് കുടിവെള്ളം പോലും കൊടുക്കാത്ത, മനുഷ്യരോട് ഒരു മനസ്സാക്ഷി ഇല്ലാത്ത, കണ്ണിച്ചോര എന്ന് പറയും നമ്മുടെ നാടൻ ഭാഷയിൽ. ഒരു പൊതുപ്രവർത്തകന് ആദ്യം ഉണ്ടാകേണ്ടത് അതാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് അതിന്റെ ഇരട്ടി ഉണ്ടാവണം. ഒരു വ്യക്തിയുടെ കൺകോണിൽ ഈ പറയുന്ന ഒരു കണ്ണീരിന്റെ വേദനയുടെ ഒരു അംശം കണ്ടാൽ സഖാവിന്റെ ഹൃദയം പടയണം. അതാണ് സഖാവ്, അതാണ് കമ്മ്യൂണിസം. ഇവിടെ കുടിക്കാൻ വെള്ളമില്ല, ആശുപത്രി കെട്ടിടമില്ല, ഇതൊക്കെ പൊളിഞ്ഞു തകർന്ന് പണമില്ല എന്ന് പറയുമ്പോൾ 4.5 കോടിക്ക് കൊട്ടാരം കെട്ടി സുഖവാസം നടത്തുന്നവരുടെ പേരെന്താണ്, അവർ ഏത് ഇസത്തിൽപ്പെട്ടതാണ് എന്ന് നാട്ടിലെ വോട്ടർമാർ തീരുമാനിക്കട്ടെ. അത്രേ എനിക്ക് അതിനെ കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. വിളിച്ച കോൾസ് ഉണ്ട്, അതിന്റെ വീഡിയോസ് ഉണ്ട്, പണം കൈമാറുന്നതുണ്ട്. കൊടുത്ത പണം പോരാ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ തന്നാ പോരാ, നിങ്ങൾ എത്ര കോടി റുപ്യന്റെ വർക്ക് എടുത്ത് ഞങ്ങൾക്ക് ഈ സദസ്സ് നടത്തണ്ടേ, അതിന് പണം എവിടെ, തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ ഭീഷണി സ്റ്റൈലുള്ള ഫോൺ കോൾസും അത് ആ പണം കൈമാറുന്നതിന്റെ അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരും അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ ആ ബോർഡൊക്കെ നമുക്ക് വളരെ കൃത്യമായി കാണാം. പണം കൊടുത്തു പോകുന്നത് എല്ലാം കാണുന്നുണ്ടല്ലോ. ആ സാധുക്കൾ കുടുങ്ങും. ഇതെനിക്ക് തന്നവര് അല്ല, ഇനി അങ്ങനെ ഒരു ഘട്ടം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. അവര് കൊടുക്കുക, അവരെ ജീവിത പ്രശ്നമാണ്. അവരൊരു ഘട്ടത്തിൽ ഈ വിഷയം വരുമ്പോൾ അവരെത്രമാത്രം, ഞാൻ ഈ സംവിധാനത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോ അവരൊക്കെ എത്രമാത്രം ഇതിൽ കഷ്ടപ്പെട്ടിരുന്നു, അവരൊക്കെ എത്രമാത്രം ചൂഷണം ചെയ്തിട്ടുണ്ട്,
അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചുന്ന കാര്യങ്ങളാണ്. ഇല്ലാന്ന് പറയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. എന്തായാലും അപരന്മാരെ വോട്ടും കൂടി കഴിച്ചാലും നല്ല വോട്ട് ജയിക്കും. ഒരു തർക്കമില്ല. അപരന്മാരത് മൂപ്പർക്ക് കൊടുത്തു, മൂപ്പരൊന്ന് എടുത്തോട്ടെ. പാവല്ലേ, ജനങ്ങളല്ലേ, ജനമാണല്ലോ, ഞാനല്ലല്ലോ. എനിക്ക് വേണമെങ്കിൽ ഈ പിണറായിന്റെ കൂടെ ആ കാറിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ആ സംവിധാനങ്ങളും ആസ്വദിച്ച് എനിക്ക് പോകായിരുന്നല്ലോ. ഞാൻ ഈ നാട്ടിലെ ഈ പാവപ്പെട്ട മനുഷ്യരെ ഈ പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ട് തള്ളുന്നത് എന്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് രാജിവെച്ചോ. ഞാൻ ഇവിടെ പലരും രാജിവെക്കലെന്താ, അപ്പുറത്ത് വലിയ സ്ഥാനം കിട്ടാൻ. ഇതിനാണ് ഇവിടെ രാജിവെച്ചിട്ടുള്ളൂ. ജനങ്ങളുടെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജിവെച്ച ഒരാളെ നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പൊ എന്നെ സംബന്ധിച്ചോ എനിക്ക് ജനങ്ങളിലാണ് വിശ്വാസം. ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയതാണ്. എന്റെ പോസ്റ്ററിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ജനങ്ങളോടൊപ്പം. ആ ജനങ്ങളാണ് എന്റെ പ്രതീക്ഷ. അത് ബേപ്പൂരിലുണ്ട്. പച്ചപ്പാവം മനുഷ്യരാ. സത്യത്തിൽ എനിക്ക് പല ഘട്ടത്തിലും സങ്കടം തോന്നിയിട്ടുണ്ട്. ഇത്രയും ദുരിതം അനുഭവിച്ചിട്ടും പ്രയാസം അനുഭവിച്ചിട്ടും അതിനെതിരെ ഒരു അഗ്രസീവായ ഒരു നിലപാട് സ്വീകരിക്കാതെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് നടക്കുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും പലരെയും വിശ്വസിക്കുന്ന പച്ചപ്പാവ മനുഷ്യരാ ഈ കടലോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യര്. അവരോട് ഞാൻ വ്യക്തിപരമായിട്ടും മാനസികമായും ഞാൻ കമ്മിറ്റഡ് ആണ്. ഞാൻ ആ വീഡിയോസ് അയച്ചു തരാൻ. ഇവരുടെ വ്യക്തിഹത്യ ഇവിടെ ഇങ്ങനെ കേൾപ്പിക്കണല്ലോ, ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നു. മാറാട് പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വിളിച്ചന്വേഷിച്ചാൽ പെറ്റീഷന്റെ വിവരം അറിയും. ഏതായാലും ഇനിയിപ്പോ ചാലിയത്താർക്ക് ബാക്കിയുള്ളവർക്ക് ടൂറിസത്തിന്റെ ബാറും കൂടി വരുന്നതോട് കൂടി കംപ്ലീറ്റ് ആയല്ലോ. നാട്ടുകാർക്ക് ആട് വിട്ടാൽ മതി.